എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ സാർ ഇൻക്വസ്റ്റ് റെഡി ആക്കി ഇങ്ങോട്ട് വിളിയടോ. അവിടെ ഓ വാടോ. ഇങ്ങോട്ട് നീങ്ങിക്കടോ. എന്താ പേരെന്തെന്റെ? രണ്ട് അലിഗേഷൻസ് ആണ് മേജർ രവിയുടെ ഉള്ളത്. ഒന്ന്, മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്നുള്ള പറഞ്ഞത് ഞാൻ നുണ പറഞ്ഞു. ആണി വരുമ്പോൾ അവരെന്താ പറഞ്ഞത്? അവരെല്ലാം കഥയൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാം കണ്ടിട്ടാണ് അല്ലേ? എന്റെ വേളാങ്കണ്ണി മാതാവേ, എല്ലാ പ്രാർത്ഥനയ്ക്കും നേർച്ചകൾക്കും ഒരു ഉത്തരം കിട്ടും. ഞാനൊരു എഴുത്തുകാരനാണ്. ഞാനത് കഴിഞ്ഞ് പലതും മാറ്റും. പടം കാണലാണ് മുഖ്യം. അപ്പം അത് വിട്ടേക്ക്. എടോ, താനെന്ത് ഊളത്തരവാടാ ഈ പറയുന്നത്? നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. രണ്ടാമത് ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചിയുടെ മോനെ ഒറ്റപ്പെടുത്തി, പടം നന്നല്ല എന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ എവിടെയാണ് പടം നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? വേറെ ലെവല്. അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ. പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കും. എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് യെസ്, ടെക്നിക്കലി ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഫിലിം. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു. പിന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു, അപ്പോഴും പറയുന്നു. അന്ന് പറയില്ല. കാരണം ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ഒരാൾ ആദ്യം ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റിവിറ്റിയാണ്. അത് നല്ല വിചാരമായിപ്പോയി. ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞിട്ടില്ല, ഇത്രയേ ഉള്ളൂ. പടം കണ്ടു ഇത്. പിന്നെ ഞാനെങ്ങനെ എവിടെയാണ് ഞാൻ പറഞ്ഞത് ചേച്ചിയുടെ പടം കൊള്ളൂല എന്നുള്ളത്? നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഇത് മോഹൻലാലിന്റെ ഒരു പ്രീതി നേടാൻ വേണ്ടി പൃഥ്വിരാജിനെ മോഹൻലാലിന്റെ പ്രീതി എനിക്ക് നേടേണ്ട ആവശ്യമില്ല. മോനെ 94 മാർച്ച് 13 തൊട്ടുള്ള ബന്ധമാണത്. ആ പടം ചെയ്താലും ഇല്ലെങ്കിൽ അത് അവിടെ നിൽക്കും. അത് മരിക്കുന്നവരെ അതുപോലെ തന്നെ നിൽക്കും. ലാലും വേണോ വേണ്ടെന്നുള്ളതില്ല. ലാല് മരിക്കുന്നവർക്ക് എനിക്കൊരു കടപ്പാടുണ്ട്. കാരണം എന്തോന്ന് അടവ് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. മോഹൻലാൽ പടം കണ്ടിരുന്നു. ഇപ്പോഴും അത് പരാമർശം